ഹലോ ഫ്രണ്ട്സ്, മാപ്സ് ആൻഡ് മീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് മ്യൂണിക്കിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഷോപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ഐറ്റംസ് ആണ്, ചെറിയ ചെറിയ രൂപങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. പിന്നെ തൊട്ടടുത്ത് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു വിന്റർ വിയേഴ്സ്, സ്പെഷ്യലി ക്യാപ്സ്, സോക്സ്, ഇങ്ങനെയുള്ള ഒരു ഷോപ്പ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഐ തിങ്ക് ഇതൊരു വൈൻ ഷോപ്പ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് ഹൈസേ മറോണി എന്ന് പറയുന്ന ഒരു നട്ടാണ്. ആ നട്ട് നമുക്ക് ചുട്ട്, അതായത് ഏതാണ്ട് നമ്മുടെ ചക്കക്കുരു പോലെ ഇരിക്കുന്ന ഒരു നട്ടാണ്. ഞാൻ ഫർദർ നിങ്ങളെ കാണിച്ച മറോണി എന്ന് പറയുന്ന ആ നട്ടിന്റെ പടം ഞാനിവിടെ ഇട്ടേക്കാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഡോണർ എന്ന് പറയുന്നത്. സാധാരണ ഞാനിത് ക്രിസ്മസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഡോണർ വന്നു തുടങ്ങി. ഡക്കാണ്, ബട്ട് സ്റ്റിൽ ഡോണർ ആണല്ലോ. അതാണ് എവിടെ ചെന്നാലും മ്യൂണിക്കിലോ ജർമ്മനിയിലെ ഏത് ഭാഗത്ത് ചെന്നാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഷോപ്പുകൾ ഈ ഡോണർ ഷോപ്പുകളാണ്. ഇതെല്ലാം നിങ്ങൾ ഈ ചുറ്റും കാണുന്ന എല്ലാം ഓരോ ഫുഡ് ഷോപ്പുകളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ച് കഴിക്കണം. അപ്പം അതിന് മുമ്പ് നമുക്കൊരു ബ്ലൂ വൈൻ മേടിച്ച് കുടിക്കാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. എന്താണ് നിൻ്റെ തീരുമാനം? നമുക്കൊരു ഗ്ലൂ വൈൻ ഷോപ്പിലേക്ക് പോകാം. എന്താണ് ഗ്ലൂ വൈൻ എന്ന് ഞാനത് മേടിച്ചിട്ട് പറഞ്ഞുതരാം. അതെ, സ്റ്റാർ, നമ്മുടെ നാട്ടിലെ ടൈപ്പ് സ്റ്റാറുകൾ. പൊതുവേ ഇത് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള അല്ല, പക്ഷേ ഇപ്പം ഇവിടെ ഇതുപോലത്തെ പേപ്പർ സ്റ്റാറുകളൊക്കെ, പക്ഷേ അത്യാവശ്യം 25 യൂറോ. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 2500 രൂപയാണ് ഒരു സ്റ്റാറിൻ്റെ വില. കുഞ്ഞു സ്റ്റാറിൻ്റെ വില 10 യൂറോ. മിനി സ്റ്റാർ 10 യൂറോ. ഞാൻ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കുറച്ച് ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങളോട് പറയാം. ശരിക്കും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റാണ് ജർമ്മനിയിലെ. 14ാം സെഞ്ചുറിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 14ാം സെഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്തത്. എന്നാൽ 17ാം സെഞ്ചുറിക്ക് ആയ സമയത്ത് ഇത് ക്രിസ്മസിനോട് അനുബന്ധമാക്കി. അപ്പോൾ മീറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ വുഡൻ ഐറ്റംസ്, ഇതെല്ലാം അവർ സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും അതൊരു ക്രിസ്മസ് മാർക്കറ്റിന്റെ വൈബിലേക്ക് അങ്ങ് നീങ്ങി തുടങ്ങി. പിന്നെ ആ സമയത്ത് കൂടുതലായിട്ട് വിറ്റുകൊണ്ടിരുന്ന സാധനം എന്ന് വെച്ചാൽ ലൈറ്റുകളായിരുന്നു, അതായത് മെഴുകുതിരികൾ. എല്ലാ വർഷവും വന്നിട്ട് ഗ്ലൂ വൈൻ കുടിക്കുന്ന ഒരു കടയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 2 ഗ്ലൂ വൈൻ മേടിക്കാം. ഹലോ, ഗ്ലൂ വൈൻ 13 Euro bitte. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഗ്ലൂ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പ് നിങ്ങൾ കണ്ടു കാണും. കപ്പ് ഫ്രീ അല്ല, അതിനവരൊരു എമൗണ്ട് മേടിച്ച് വെച്ചു. ഇത്ര 4 യൂറോ അല്ലേ? 4 യൂറോ ഒരു കപ്പിന്. നമ്മൾ കപ്പ് കുടിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ 4 യൂറോ തിരിച്ചു തരും. ഇല്ലെങ്കിൽ നമുക്ക് ഈ കപ്പ് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. എന്തായാലും എന്താണ് ഗ്ലൂ വൈൻ എന്ന് കൂടി ഞാൻ പറയാം. ഇതൊരു വൈൻ തന്നെയാണ്, ബട്ട് ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ടൈമിൽ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് കൂടിയാണ്. അതായത് നമ്മുടെ കറുവാപ്പട്ട, സിനമൺ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലോവ്സ്, ഗ്രാമ്പൂ, ഇങ്ങനെയുള്ള കുറേ സ്പൈസസ് ആഡ് ചെയ്തിട്ട് ചൂടാക്കി തരുന്ന ഒരു വൈനാണ്. ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന റെഡ് വൈനാണ്. ഇതിൻ്റെ വൈറ്റ് വൈനും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു തണുത്ത ടെമ്പറേച്ചറിൽ ബോഡി ഒന്ന് ഹീറ്റാക്കി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്ലൂ വൈനുകൾ ക്രിസ്മസ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുടിച്ചാലോ? തണുത്ത് പോകും അല്ലെങ്കിൽ. അപ്പോൾ പ്രോസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതൊരു ആൽക്കഹോളിക് ഡ്രിങ്കാണ്. ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ട് കേട്ടോ, നോൺ ആൽക്കഹോളിക് അല്ല.
പക്ഷേ കുട്ടികൾക്കും അവൈലബിൾ ആണ്. കുട്ടികൾ കുടിക്കുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കിൻഡർ പുൻഷ് എന്നാണ് പറയുന്നത് അതിന്. അത് ഫ്രൂട്ട് ജ്യൂസുകളാണ്. സോ അതും ഹോട്ട് തന്നെയാണ്, ബട്ട് നോൺ ആൽക്കഹോളിക് ആണ്. ഒരു വെറൈറ്റി കട ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ മീൻ മീൻ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടോ അത്യാവശ്യം വലിയ മീനാണ്, ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. വില എന്ന് പറയുന്നത് 12.5 യൂറോ ടെല്ലർ. ഒരു പ്ലേറ്റിന് 12.5 യൂറോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്ലെയിമിൽ ചുട്ടെടുത്ത മീൻ വെറൈറ്റി അല്ലേ? സാൽമൺ ആയിരിക്കുമല്ല, നീ എന്തോ വിചാരിച്ച ചാളയോ? പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ BAR ബാർ കൊള്ളാല്ലേ? ബാറാണ് ബാറ്. ഷോർട്സ് ഉണ്ട്, റമ്മുണ്ട്, വോഡ്ക ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും ആ ബാറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. മദ്യപാനികളുടെ പർദീസ. നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിൽ ആൽക്കഹോൾ അവൈലബിൾ ആണ്. ആൽക്കഹോൾ അവൈലബിൾ എന്ന് വെച്ചാൽ ഇത് കോമൺ ഡ്രിങ്ക് ആണ്. തണുപ്പത്ത് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എന്താ പറയുന്നത്, നെഗറ്റീവായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. വിഗ്രഹങ്ങളുടെ ഒരു ഷോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നടരാജ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ കൾച്ചറും ട്രഡീഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗണപതിയുടെ വിഗ്രഹമുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, ബുദ്ധ വിഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് ഹിന്ദു കൾച്ചറിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനേ നിങ്ങളോട് ടോൾവുഡ് എന്ന് പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ടെൻറ്റ് കാണിച്ചിട്ട്. ബട്ട് അതിനകത്തോട്ട് നമുക്ക് പോകാം. അപ്പോൾ 2 സെക്ഷനുണ്ട്. ഒന്ന് ബസാർ സെക്ഷനും ഒന്ന് ഫുഡ് സെക്ഷനും. അപ്പോൾ ഈ ബസാർ സെക്ഷനിൽ മറ്റുള്ള സാധനങ്ങളായിരിക്കും, ഫുഡ് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളുടെ കച്ചവടമായിരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്ക് അതിനകത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ക്ലോത്ത് ഷോപ്പ്, അതേപോലെ തന്നെ ഓർണമെൻറ്റ് ഷോപ്പ്, അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു പോകാം. ഇവിടെ നമുക്ക് ഒരു തായ്വാനീസ് ഷോപ്പാണ്. തായ്വാനിലുള്ള ഡിഷുകളാണ് ഈ കാണുന്നത്. ശരിക്കും കറി റൈസ്, ഹോട്ട് ക്രിസ്പി ചിക്കൻ, അതേപോലെ തന്നെ പാൻ കേക്ക്, ഓംലെറ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് അടുത്ത് പോയി നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്. കാണാൻ അട്രാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ടോൾവുഡിൽ 2 സെക്ഷനുണ്ട്. ഒരു ബസാർ സെക്ഷൻ, അതായത് നോർമലായിട്ടുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയുള്ള സെക്ഷനും, രണ്ടാമത്തെ സെക്ഷൻ വെച്ചാൽ ഫുഡ് പ്ലാസ. ഇവിടെ ഫുഡ് ഐറ്റംസ് മാത്രമേ കാണുള്ളൂ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഫുഡ് പ്ലാസ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുള്ളി അങ്ങോട്ട് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആഹാ, നല്ല മണം വരുന്നുണ്ട്. അവിടെ ഒരു ഇൻഡിസെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ കണ്ടോ? തന്തൂരി കാണാമോ? നമ്മുടെ കടയുണ്ട്, വാ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് കൊളംബിയൻ ഒരു ഫുഡ് ഞാൻ കണ്ടു. അപ്പോൾ ആ കൊളംബിയൻ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിൻഡ് വെച്ചിട്ടുള്ള ഒരു പോർഷനാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും എംപനഡാസ് എന്നാണ്, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. മറ്റേ റിൻഡ് ഫ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് അകത്ത് വെച്ച സാധനം, എന്തോ ഒരു സമോസ പോലത്തെ ഒരു സംഭവമാണിത്. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് ചട്നി തന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് കൊളംബിയൻ ഡിഷാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം ചട്നി, നമ്മൾ തക്കാളിയും പുളിയൊക്കെ വെച്ചടിക്കത്തില്ല, അത് നല്ല രസമുണ്ട്, കൊള്ളാം കേട്ടോ. നല്ല
നമ്മുടെ നാട്ടിലൊരു സമോസയുടെ ഒരു ചിക്കൻ സമോസ അല്ലെങ്കിൽ മീറ്റ് സമോസ പോലെ ഒരു ടേസ്റ്റ്. അതിൻ്റെ ഒരു ചട്നി ഉണ്ടല്ലോ, അത് ഹൈലൈറ്റഡാണ്, കൊള്ളാം. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും കടകൾ ഇപ്രാവശ്യം ഇല്ല, വെറൈറ്റീസ് ഇല്ല. ഇപ്പോൾ കൊളംബിയൻ പുതിയത് വന്ന്, പിന്നെ ജോർജിയൻ പുതിയത് വന്ന്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആഫ്രിക്കൻ കട ഉണ്ടായിരുന്നു, പിന്നെ ഒരു മെക്സിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബ്രസീലിയൻ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല ഇവിടെ. പിന്നെ ഇന്ത്യൻ്റെ ഒരു ദോശക്കട ഉണ്ടായിരുന്നു, അതും ഇപ്രാവശ്യം ഇതിനകത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കടകളേ ഉള്ളൂ ഇപ്രാവശ്യം ഈ ഒരു ഫുഡ് പ്ലാസയ്ക്കകത്ത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട കടയിലെ സംഭവങ്ങളെല്ലാം തീർന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ടാണ്. ഇനി നമുക്ക് ആകപ്പാട് രക്ഷയുള്ളത് ഈ ഒരു ബ്രാറ്റ് ബൂസ്റ്റ് വെച്ചാൽ സോസേജ് കടയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സോസേജിൻ്റെ ഒരു പ്ലേറ്റ് നമുക്ക് മേടിച്ച് നോക്കാം. ഇവിടെയും നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. ഫൈനലി നമുക്ക് ഫുഡൊന്നും അധികം കിട്ടിയില്ല, ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, എല്ലാം തീർന്നു സത്യത്തിൽ. അപ്പോൾ ഇനി നമ്മൾ ആകപ്പാടുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ ചുറോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്യൂ നോക്കിയാൽ അത്യാവശ്യം നല്ല വലിയൊരു ക്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ക്യൂവിൻ്റെ അവസാനം ചുറോസെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. എല്ലാവരും ക്യൂവിൽ നിൽക്കുകയായിരുന്നു. മെയിൻ കോഴ്സ് കിട്ടിയിട്ടില്ല, ഡെസേർട്ടെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അറിയില്ല, ഭയങ്കര തിരക്കുമായിരുന്നു. അതേപോലെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്തു. സമയം ഇപ്പോൾ 9:30 ആയതേ ഉള്ളൂ കേട്ടോ. വലിയ രാത്രി 11 മണി 12 മണിയൊന്നും ആയിട്ടില്ല. ബൂസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ ബൂസ്റ്റ് കടയിലെ ബൂസ്റ്റ് തീർന്നു. അതിന് മുമ്പ് അതിനുശേഷം ഞങ്ങൾ തായ്വാനീസ് കടയിൽ കയറാൻ നോക്കിയപ്പം അവിടുത്തെ സംഭവം തീർന്നു, അടച്ചു. അങ്ങനെയാണ്. ഇതാണ് സംഭവം. എന്തായാലും ഫൈനലി ചുറോസ് എങ്കിലും കിട്ടി. ഇതാണ് ചുറോസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ചോക്ലേറ്റാണ്, ഹോട്ട് ചോക്ലേറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഈ ചുറോസ്, ഇതിനകത്ത് മുക്കി കഴിക്കുക. ഇതിൻ്റെ റേറ്റ് 8.5 യൂറോ. തുടങ്ങിയാലോ? ആരംഭിക്കില്ല. ഇതാ ഇങ്ങനെ ചോക്ലേറ്റിൽ മുക്കുന്നു. മധുരം ക്രിസ്പി, മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. നല്ല മധുരമാണ്. പിന്നെ എന്താ പറയുന്നത്, മെയിൻ കോഴ്സ് കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഡെസേർട്ടെങ്കിലും തിന്ന് നമുക്കൊന്ന് സന്തോഷിക്കാമെന്ന് വെച്ചാൽ. അങ്ങനെ ഇതൊക്കെയായിരുന്നു മ്യൂണിക്കിലെ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ. അപ്പോൾ ഇന്ന് നാളെ ലാസ്റ്റ് ഡേ ആണ് ക്രിസ്മസ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഷോപ്സൊക്കെ കുറച്ച് നേരത്തെ അടച്ചു. അതേപോലെ നമുക്ക് പല ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ആ ഷോപ്സിലെല്ലാം ഐറ്റംസ് തീർന്നായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, ബൈ ബൈ.